എൻ്റെ പേര് വിൽസി ജോസ്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മോൾ അനുവിന് വേണ്ടിയിട്ടാണ്. അവൾ 2017 മെയ് മാസത്തിലായിരുന്നു അവളുടെ വിവാഹം. അതിനുശേഷമാണ് അറിയുന്നത് അവൾക്ക് PCOD ഉണ്ടെന്നുള്ളത്. ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു, പലതിലും കുഴപ്പമില്ല, ഇത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. പല പ്രാവശ്യം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ടായി. ഇത് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. കണ്ണുനീര് മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ഞാനും അവളോടൊപ്പം കരഞ്ഞിട്ടുണ്ട്. ദിവ്യബലിയിൽ പല പ്രാവശ്യവും കണ്ണുനീരോടുകൂടി ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ ഞാൻ തന്നെ ഇവിടെ വന്ന് അവൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. 2018 ഒക്ടോബറിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. 2022 അവളുടെ ഹസ്ബൻഡ് ദുബായിലായിരുന്നു. കോവിഡ് സമയത്ത് അവൻ നാട്ടിൽ വരിക, 2020 നാട്ടിൽ വന്നു. അതിനുശേഷവും പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു ഇവർക്ക് കിട്ടുമെന്നുള്ള. അപ്പം ഞാൻ പല പ്രാവശ്യം ചോദിക്കും എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും, ഇല്ല മമ്മി, എനിക്ക് കിട്ടില്ല, എനിക്ക് ആ പ്രതീക്ഷയില്ല, ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ്. അപ്പോഴും മാതാവിനോടുള്ള കണ്ണുനീരോടുകൂടി ദിവ്യബലി കണ്ടതിന് ശേഷം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന വലിയൊരു ഭാരം എനിക്ക് ഇറങ്ങിക്കിട്ടി. ഇവൾ കരയുമ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു മാതാവ് തരും. ഉടമ്പടി തൈലം ഞാൻ അവളിൽ പരട്ടി കൊടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് മാതാവ് ഒരു കുഞ്ഞിനെ തരുമെന്ന്. ഞാൻ മാതാവിനോട് ഒരു കുഞ്ഞിനെ ചോദിച്ചു. 2022 സെപ്റ്റംബർ 8 എന്നെ മാതാവിൻ്റെ ജന്മത്തിരുന്നാളിൻ്റെ അന്ന് വലിയൊരു സമ്മാനമായിട്ട് ഇവളെന്നോട് വിളിച്ച് പറഞ്ഞു, മമ്മിയെ അമ്മമ്മ എന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുവാവ വരാൻ പോകുന്നു എന്ന്. ആ രണ്ടാമതുള്ള സ്കാനിങ്ങിൽ അറിയുന്നു 2 കുഞ്ഞുങ്ങളാണുള്ളതെന്നുള്ളത്. സെപ്റ്റംബർ അവസാനം ഇവൾ എൻ്റെ അടുത്ത് വരികയാണ് ചെയ്യുന്നത്. വന്ന് പിറ്റേ ദിവസം തന്നെ ബ്ലീഡിങ് ഉണ്ടായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങൾ കരുതിയില്ല, ഇവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു, പോകും കിട്ടില്ല എന്നുള്ളത്. പക്ഷേ മാതാവ് തന്ന കുഞ്ഞുങ്ങളാണ് എങ്കിൽ അത് നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും, സുരക്ഷിതമായി അമ്മ നോക്കിക്കൊള്ളും എന്നുള്ള പ്രതീക്ഷയും വിശ്വാസവും എനിക്കുണ്ടായിരുന്നു. 1 മാസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. നവംബറിൽ ഡിസ്ചാർജ് ആകുന്നു. ജാനുവരി വരെ ബെഡ് റെസ്റ്റ് തന്നെ, ബെഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അവൾക്ക് ചെയ്തു കൊടുക്കേണ്ടി വന്ന്. ഏപ്രിൽ 22 ഞങ്ങൾ ചെക്കപ്പിന് പോയതാണ്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വണ്ടി യാത്ര വളരെ ദുർഘടമായിരുന്നു. 15 മിനിറ്റ് കൊണ്ട് ചെല്ലേണ്ട സ്ഥാനത്ത് ഞങ്ങൾക്ക് 3/4 മണിക്കൂറൊക്കെ എടുക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ പകൽ സമയങ്ങളിൽ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, വേറെ ആരുമില്ല. പപ്പയാണെങ്കിൽ ഓഫീസിൽ പോകും, ആരുമില്ല സഹായത്തിന്. അപ്പോൾ ഞാൻ മാതാവിനോട് പറയും, അമ്മേ കാത്തുകൊള്ളണം, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല സഹായത്തിന്. 22 ഞങ്ങൾ ചെക്കപ്പിന് പോവുക. അന്ന് ദിവ്യബലി കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ അവളെയും കൊണ്ട് പോവുകയാണ്, അമ്മ എൻ്റെ കൂടെ തന്നെ വരണോട്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ച് പറയുവാണ്, പ്രഷർ കൂടുതലാണ്, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന്. അപ്പോഴും അമ്മ കാത്തുകൊണ്ടു. എല്ലാവരെയും പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ സുരക്ഷിതമായിട്ട് ഇവളെ ഹോസ്പിറ്റലിൽ കയറ്റി സർജറി ചെയ്തു. 3, 16, 17 2 കുഞ്ഞുങ്ങൾ. ആദ്യത്തെ പെൺകുഞ്ഞ്, രണ്ടാമത്തെ ആൺകുട്ടി ഞങ്ങൾക്ക് മാതാവ് തരികയുണ്ടായി. പേര്, ആൺകുട്ടിയുടെ പേര് ക്രിസ്റ്റി, പെണ്ണിനെ ക്രിസ്റ്റിന എന്ന് ഞങ്ങൾ പേരിട്ടു. മാതാവ് തന്ന വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു.